ഇടുക്കി ജില്ലയിൽ CPM-ന് ഒരു ചെങ്കോട്ടയുണ്ട്. അങ്ങ് ഹൈറേഞ്ചിലെ രാജാക്കാട് പഞ്ചായത്ത്. CPM-ന് സ്വന്തം ചോരയും നീരും കൊടുത്ത് ഇടുക്കി ജില്ലയിൽ വളർത്തിയ MM മണിയുടെ സ്വന്തം പഞ്ചായത്ത്. ഇക്കുറി MM മണിയെയും CPM-നെയും കെട്ടുകെട്ടിച്ച് രാജാക്കാട് പഞ്ചായത്ത് കോൺഗ്രസും UDF-ഉം ചേർന്ന് പിടിച്ചെടുത്തു. 27 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് രാജാക്കാട് പഞ്ചായത്ത് കോൺഗ്രസിൽ എത്തുന്നത്. അതിന്റെ കലിപ്പിലാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ വോട്ടർമാരെ അപമാനിക്കുന്ന രീതിയിൽ MM മണി സംസാരിച്ചത്. 27 വർഷമായി CPM ഭരിക്കുന്ന ചെങ്കോട്ട. മറ്റ് പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം പോലും ഇവിടെ പരിമിതമാണ്. MM മണി പൊന്നുപോലെ കാത്തുസൂക്ഷിക്കുന്ന പഞ്ചായത്തിലാണ് ഇക്കുറി കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി പാറിയത്. MM മണിയുടെ മകൾ അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ പാർട്ടി ഗ്രാമം തന്നെയാണ് രാജാക്കാട് പഞ്ചായത്ത്. എന്നാൽ ഇക്കുറി കോൺഗ്രസ് പാർട്ടിക്ക് പക്ഷേ വ്യക്തമായ ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ എന്ന സാധാരണക്കാരനായ ഒരു നേതാവിനെ മുന്നിൽ നിർത്തിയാണ് ഇക്കുറി കോൺഗ്രസ് രാജാക്കാട് പടനയിച്ചത്. കോൺഗ്രസ് പാർട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഈ നേതാവ് മുന്നിൽ നിന്ന് പടനയിച്ചപ്പോൾ അവിടെ വീണുപോയത് ഇടുക്കി ജില്ലയുടെ സ്വന്തം മണിയാശാനും CPM-ഉമാണ്. രാജാക്കാട് ടൗണിലെ CPM-ന്റെ ചെങ്കൊടിയാണ് കോൺഗ്രസിന്റെ മലങ്കാറ്റേറ്റ് പെരിയാറിൽ പതിച്ചത്. ജോഷി അടക്കം 11 പേരാണ് ഇക്കുറി രാജാക്കാട് നിന്ന് വിജയിച്ചു കയറിയത്. CPM-ന്റെ വധഭീഷണി അടക്കം നേരിട്ടാണ് ജോഷി അടക്കം പ്രവർത്തിച്ചത്. 24 മണിക്കൂറും പാർട്ടിക്ക് വേണ്ടി മണ്ഡലത്തിൽ ജീവിച്ച ജോഷിയുടെയും കൂട്ടരുടെയും ശ്രമഫലമാണ് ഇക്കുറി രാജാക്കാട് നിന്ന് CPM-നെ കെട്ടുകെട്ടിച്ചത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോൺഗ്രസിന് വലിയ അടിത്തറ ഉണ്ടാക്കിയാണ് ജോഷി കന്യാകുഴിയിലടക്കം പ്രവർത്തിച്ചത്. അതിനുള്ള ഫലമാണ് ഈ വിജയം. രാജാക്കാട് പഞ്ചായത്ത് പിടിച്ചെടുത്താൽ പിന്നെ ഇടുക്കി അടക്കം കോൺഗ്രസിന്റെ കൂടെ പോരുമെന്ന് ഉറപ്പിക്കാം. ജോഷിയെ പോലെ പാർട്ടിക്ക് വേണ്ടി രണ്ടും കൽപ്പിച്ചിറങ്ങുന്ന നേതാക്കന്മാർ ഉണ്ടെങ്കിൽ ചെങ്കോട്ടകൾ നിലം പതിക്കുമെന്ന് കോൺഗ്രസിനെ ബോധ്യമാക്കിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തിരശ്ശീല വീഴുന്നത്. ആകെയുള്ള 14 സീറ്റുകളിൽ സ്വതന്ത്രനടക്കം 11 സീറ്റും നേടിയാണ് UDF ഭരണം നേടിയത്. CPM-ന് വെറും 2 സീറ്റും CPI-ക്ക് 1 സീറ്റ് മാത്രമാണ് നേടാനായത്. പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം 27 വർഷം മുൻപാണ് ആദ്യമായി UDF-ന് ഭരണം ലഭിച്ചത്. അതിനുശേഷം തുടർച്ചയായി LDF ആണ് പഞ്ചായത്ത് ഭരിച്ചത്. ആ തുടർച്ചയാണ് ഇപ്പോൾ തകർന്നത്. 2025 മുതൽ 2020 വരെയും 2020 മുതൽ 2024 വരെയും MM മണിയുടെ മകൾ MS സതിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. MM മണിയുടെ മറ്റൊരു മകൾ സുമാ സുരേന്ദ്രനാണ് CPM രാജാക്കാട് ഏരിയ സെക്രട്ടറി. സുമാ സുരേന്ദ്രന്റെ വാർഡിൽ ഉൾപ്പെടെ UDF ആണ് വിജയിച്ചത്. UDF സീറ്റ് നൽകാത്തതിനെ തുടർന്ന് 9ാം വാർഡിൽ സ്വതന്ത്രനായി മത്സരിച്ച മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സുധീർ കോട്ടക്കുടിയും വിജയിച്ചിട്ടുണ്ട്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും റിട്ടയർഡ് അധ്യാപികയുമായ കിങ്ങിണി രാജേന്ദ്രനെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് വിവരം. കോൺഗ്രസ് 8, കേരള കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് UDF-ന്റെ സീറ്റ് നില. CPM മത്സരിച്ച 10-ൽ 8 സീറ്റുകളിലും CPI മത്സരിച്ച 2-ൽ 1 സീറ്റിലും കേരള കോൺഗ്രസ് M മത്സരിച്ച 2 സീറ്റുകളിലും പരാജയപ്പെട്ടു. MM മണി MLA-യുടെ പഞ്ചായത്തായ ബൈസൺ വാലിയിൽ ഭരണം നിലനിർത്തിയെങ്കിലും LDF-ന് സീറ്റും വോട്ടും കുറഞ്ഞതും ചെങ്കോട്ടയിൽ വിള്ളൽ വീഴുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് കോട്ടയെന്നറിയപ്പെടുന്ന ബൈസൺ വാലിയിൽ 1 സീറ്റിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചതും CPM-ന് തിരിച്ചടിയായിട്ടുണ്ട്. CPM-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന 8ാം വാർഡാണ് BJP സ്ഥാനാർത്ഥി അയ്യാസ്വാമി പിടിച്ചെടുത്തത്. MM മണിയുടെ വാർഡിൽ LDF സ്ഥാനാർത്ഥി K ബാലസുബ്രഹ്മണ്യൻ വെറും 8 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി ലേഖ തങ്കച്ചനെ പരാജയപ്പെടുത്തിയത്. അവസാനം വരെ മുന്നിൽ നിന്നതിന് ശേഷമാണ് ഇവിടെ UDF തോറ്റതെന്നും കാണാൻ സാധിക്കും.